സി കേരളം ചാനലിൽ വളരെ സൂപ്പർ ഹിറ്റായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയായിരുന്നു കുടുംബശ്രീ ശാരദ. പരമ്പര ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞു. റേറ്റിംഗിൽ എപ്പോഴും ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു പരമ്പര ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പരമ്പരയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. പരമ്പരയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട താരമായി മാറിയ ആളാണ് വിഷ്ണു എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന പ്രബിൻ ചെമ്പരത്തി എന്ന സീരിയലിലൂടെയാണ് മിനി സ്ക്രീൻ മേഖലയിലേക്ക് എത്തുന്നത്. അതിനുശേഷം താരം അഭിനയിക്കുന്ന പരമ്പരയാണ് കുടുംബശ്രീ ശാരദ. കുടുംബശ്രീ ശാരദയിലെ നായകനായ വിഷ്ണു എന്ന മികച്ച ഒരു കഥാപാത്രം തന്നെയായിരുന്നു പ്രബിൻ അവതരിപ്പിച്ചിരുന്നത്. പ്രബിനെ ഇപ്പോൾ പ്രേക്ഷകർ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കുടുംബശ്രീ ശാരദയിലെ വിഷ്ണു എന്ന കഥാപാത്രത്തിലൂടെ തന്നെയാണ്. പലരും പ്രബിനെ ഇപ്പോൾ വിളിക്കുന്നത് തന്നെ വിഷ്ണുവേട്ട എന്നൊക്കെ തന്നെയാണ്. കൂടുതൽ പേരും ഇപ്പോൾ വിഷ്ണു എന്ന പേരിൽ തന്നെയാണ് പ്രബിനെ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ പ്രബിൻ എന്ന വ്യക്തിക്ക് വലിയൊരു ഇമേജ് നൽകിയിരിക്കുന്ന ഒരു പരമ്പര തന്നെയാണ് കുടുംബശ്രീ ശാരദ. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിൽ നിന്നും നായകനായ വിഷ്ണുവിനെ കാണാനില്ല. പ്രേക്ഷകർ എല്ലാവർക്കും വളരെയധികം നിരാശയാണ്. നായകനായ വിഷ്ണുവിന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് വിഷ്ണു ഇപ്പോൾ പരമ്പരയിലേക്ക് തിരിച്ചു വരാത്തത് എന്നൊക്കെ പല പ്രേക്ഷകരും കമൻസുകളിലൂടെ ആയിട്ടും വിഷ്ണുവിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആയാലും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും വിഷ്ണു ഇതുവരെ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. വിഷ്ണു ഇനി തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പുതുതായി സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ച പരമ്പരയാണ് ഈ പുഴയും കടന്ന് എന്ന പരമ്പരയിലെ ഒരു കേന്ദ്ര കഥാപാത്രമായി നരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രബിനാണ്. ആ ഒരു പരമ്പരയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഇപ്പോൾ കുടുംബശ്രീ ശാരദയിൽ നിന്നും പ്രബിൻ പിന്മാറിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും പ്രചരിക്കുന്നത്. കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലൂടെ പ്രബിനെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പരമ്പരയിൽ ആ വിഷ്ണു എന്ന നായക കഥാപാത്രം മരിച്ചു എന്ന രീതിയിലാണ് കഥ വരുത്തി തീർത്തിരിക്കുന്നത്. മറ്റൊരു നായകനായിട്ട് ശിവൻ എന്ന കഥാപാത്രം എത്തുകയും ചെയ്തിട്ടുണ്ട്. ശിവന് വിഷ്ണുവിൻ്റെ ഹൃദയം എടുത്ത് മാറ്റിവെച്ചു എന്ന തരത്തിലുള്ള രീതിയിലായി മാറിയിട്ടുണ്ട് ഇപ്പോൾ കഥയുടെ പോക്ക്. എന്നാലും വിഷ്ണുവായി പ്രബിൻ ഇല്ലെങ്കിലും വിഷ്ണുവിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവന്നാൽ പോരായിരുന്നോ എന്നൊക്കെയാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നത്. കാരണം വിഷ്ണുവിന് പകരം ഈ ഒരു ശിവൻ എന്ന വ്യക്തിയെ കാണാൻ പ്രേക്ഷകർക്ക് ഒരു 90% പ്രേക്ഷകർക്കും ബുദ്ധിമുട്ടുണ്ട് എന്നാണ് കമൻറ്റ് ബോക്സുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ പരമ്പര മികച്ച രീതിയിൽ തന്നെ അവസാനിപ്പിക്കണമായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ആണോ പ്രബിനുമായിട്ടുണ്ടായത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ പ്രബിൻ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം മാത്രം, പ്രബിന് തിരിച്ചു വരാൻ 99% ചാൻസും കുറവാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ള വിവരങ്ങൾ. എന്നാൽ വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്ന കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിലേക്ക് വിഷ്ണുവായി പ്രബിൻ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വിഷ്ണുവായി തിരിച്ചെത്താൻ സാധിക്കട്ടെ പ്രബിനെ തിരിച്ചു കൊണ്ടുവരൂ എന്നൊക്കെയാണ് പലരും കമൻസുകൾ പറയുന്നത്. ഏതായാലും വിഷ്ണു തിരിച്ചു വരാൻ തന്നെ നമുക്ക് ഏതായാലും ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കൊണ്ട് വിഷ്ണുവായി തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്കും പ്രാർത്ഥിക്കാം.